തേങ്ങ അരച്ച് മാങ്ങ ഇട്ടൊരു മത്തിക്കറി. തിളച്ച് മറിയുന്നുണ്ട് നല്ല മത്തിയും മാങ്ങയും കൂടെ കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മത്തിക്കറി തോരനാണോ സമയം? അത് അറിയാം. എന്താണ് തോരൻ? മെഴുക്കുരട്ടി. ഓക്കെ. കടുക് ഇട്ട് 5-6 കടുക് ഇട്ട് പൊട്ടട്ടെ, കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടട്ടെ. ഉള്ളി നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടുണ്ട്. മത്തിക്കറി സെറ്റ് ആയിട്ടുണ്ടോ? എണ്ണയൊക്കെ തെളിഞ്ഞല്ല ഉളപ്പനായിട്ടിരിപ്പുണ്ട്. അപ്പുറത്ത് കാക്കറി സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളി മൂത്തോണ്ടിരിക്കുന്നത്. ബാക്കി അടുത്തെന്താ സമയം? വേഗം സെറ്റാക്കി വിടുന്ന അടക്കുക. കുറേ നേരം അല്ല. കാക്കരൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോട്ടോ. ഇതൊക്കെ മനുഷ്യനില്ലേ, ഇത് ഒരു പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഉണ്ടാക്കി പഠിക്കുന്ന കറികളൊക്കെ ആയിരിക്കും കായ, പച്ചക്കായ, അതുപോലെ അച്ചിങ്ങ, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അല്ലെങ്കിൽ പറയട്ടെ, അല്ല കാണുന്നവർ പറയട്ടെ, അതല്ലാന്ന് അങ്ങനെയാണ്. ഇച്ചിരി മുളക് ഇട്ടിട്ടുണ്ട്. മറ്റേ നമ്മുടെ ചതച്ച മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചതച്ച മുളകിൽ അത്ര കളിയില്ല. മെഴുക്കുവരട്ടിക്ക് സുമിക്ക് അത് നിർബന്ധമാണ്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് ആ വേകാനുള്ള ഉപ്പ് കേട്ടോ. ചതച്ച മുളക് ഉണ്ടാക്കാനാണ് ഏറ്റവും ഇഷ്ടം. ചതച്ച മുളക് ഇട്ടുണ്ടാക്കാനാണ് എപ്പോഴും ഇഷ്ടം. മഞ്ഞപ്പൊടി വെറൈറ്റി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുന്ന കേട്ടോ. എല്ലാവരും വെറൈറ്റി. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ കായ വേവിച്ചിട്ടല്ലേ ഇടുന്നത്. അരിഞ്ഞ് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് നന്നായിട്ട് കറ കളഞ്ഞ് കഴുകി ഇട്ടതാണ്. കണ്ട. അപ്പോൾ എന്താണെന്ന് പറയുക, ഇങ്ങനെ ഇടുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് അങ്ങ് വെന്തോളും. ഒന്നും ആയിട്ട് നോക്കാം. ഇതേ നോക്കി കണ്ട കുറച്ച് വെള്ളം തന്നെ ഉണ്ട്. നല്ല മണം വരുന്നുണ്ട്. കുഞ്ഞിലേക്ക് ചതച്ച മുളകൊക്കെ ഇട്ട് ചതച്ച മുളകല്ല, ചതച്ചാണ് കുഞ്ഞുള്ളി ഇട്ട് ചതച്ച മുളകിട്ട് എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. തുറന്നു നോക്കി സുമി. കറി തുറന്നേ. ഇതാണോ? ആ ചൂടായിട്ടില്ല. എന്തുണ്ടാവില്ലല്ലോ. സെറ്റാണ് കേട്ടോ. ആവിരിക്കണം. വെന്തൊന്നുമില്ലേ? ഒറ്റാവിക്ക് സംഭവം സെറ്റായിരുന്നു. ഉപ്പിട്ടാന്നോ? അപ്പൊ നമുക്ക് ചോറൊക്കെ സെറ്റായി കഴിച്ചാലോ? ചോറെന്നല്ല, നമ്മുടെ കുത്തിരി ചോറ് കേട്ടോ. നിച്ചപ്പന്റെ പാത്രമായിട്ട് ഇത് നല്ല സെറ്റ് സാധനമല്ലേ. വെച്ച് പിന്നെ അങ്ങനെ പാത്രത്തിനധികം കഴിക്കില്ല കേട്ടോ. എന്നാലും നമ്മളിത് വെക്കും. പക്ഷേ ഇത് ലാസ്റ്റ് ഞാൻ തന്നെ കഴിക്കുന്ന അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീൻകറിക്ക് ചട്ടിയോടെ എടുക്കാം അല്ലേ? ചട്ടിയോടെ എടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള കഴിക്കാനായിട്ട് നമ്മുടെ പതിവ് സ്ഥലത്തേക്ക് പോവാം. ഫ്ലോറിൽ പോയിരുന്ന് കഴിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കുന്നത്. ചിലപ്പോൾ ഇവിടുത്തെ ഒരു താഴെ തിന്നലിരിക്കും, അതല്ലെങ്കിൽ അങ്ങോട്ട്. ഇന്നൊരു കാര്യം ചെയ്യാം. സുമി ടേസ്റ്റ് നോക്കാം. ഞാനോ? നോക്ക് സംഭവം കുഴപ്പമില്ല. ഞാൻ വിളമ്പി തരാം. ഒരു വെറൈറ്റി ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ നോക്കാനാ. ഇല്ല, സംഭവം സെറ്റ് നോക്ക്. എങ്ങനെയുണ്ടോ നോക്കുന്നേ. സംഭവം വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. പിന്നെ
ഇവിടെ വെച്ചാൽ പോരെ. എനിക്ക് സൈഡിൽ മതി. ഒരു തലക്കഷ്ണം വെച്ചാട്ടെ. വെച്ചോ. ഓക്കെ. മാങ്ങ മാങ്ങ ഉണ്ട്. മാങ്ങയാണ് സുമിക്ക് ഫേവറേറ്റ്. നിച്ചുവിനും സുമിക്കും എനിക്കിഷ്ടമാണ്. ഇല്ലായൊന്നും ഇല്ല. എന്ത് പനഞ്ഞിൽ ഏതാ അതിൻ്റെ പനഞ്ഞിൽ കഴിക്കാൻ പോണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം മാങ്ങ. പിന്നെ അതുപോലെ മത്തിയുടെ പനഞ്ഞിൽ ഭയങ്കര ഇഷ്ടം. പനഞ്ഞിൽ വെച്ചാൽ മുട്ട. ചാറ് ഒഴിക്കലടാ. അച്ചു മീൻ അങ്ങനെ ഒഴിക്കൂല കേട്ടാ. മീനിന്റെ വെള്ളം എന്ന് പറയുന്നത് മീനിന്റെ ചാറ് എന്നൊക്കെയാണ് വെച്ച് പറയണം. വെള്ളം പിന്നെ മാങ്ങ കഴിക്കും. മാങ്ങ കഴിക്കും. ചോറ് കഴിക്കും. സുമി കഴിക്കും. ഞാനെടുത്തോളാം, കുഴപ്പമില്ല. ഇച്ചിരി വെച്ചിട്ട് ഇച്ചിരി വെച്ചിട്ട് ഞാൻ കഴിക്കട്ടെ. ടേസ്റ്റ് സ്മെല്ല് കിട്ടട്ടെ. കാരണം മാങ്ങയിട്ട് വെച്ചാൽ അതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. സൂപ്പറാ, ഒന്നും പറയാനില്ല. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ നല്ലതെന്ന് പറയണതല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മാങ്ങയായിട്ട് മത്തി വെക്കണതിൻ്റെ ഒരു രുചി ഉണ്ടല്ലോ വേറെ. പിന്നെ അതുപോലെ തിരഞ്ഞെടുക്കുന്ന മാങ്ങയിലും ഉണ്ട് കേട്ടോ ഒരു പ്രത്യേകത. ആ മാങ്ങയും നല്ല മാങ്ങ അല്ലെങ്കിൽ നമ്മൾ ഈ എടുക്കുന്നത് ഇതിപ്പോൾ നല്ല വെള്ള മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കേ. പൊളി 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 പുളി 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 ഞാൻ കഴിക്കട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട് സുമി. അല്ല ഒരു രക്ഷയില്ല. എന്നിട്ട് ആ കായത്തോരനെ കുറച്ച് വെച്ചാൽ കായില്ലേ, എന്നിട്ട് കായങ്ങൾ കഴിയാണ്. മീനാണോ? ഫ്രഷ് മീനാണോ? ഫ്രഷ് മീന, നല്ല മത്തിയായിരുന്നു. തലേക്കും കഴിച്ചേക്കാം. ചുമ്മാ കഴിച്ചേക്കണം. ഒരു രക്ഷയില്ലടാ. മറ്റേ അവരല്ലേ വേറെ ലെവൽ, വേറെ ലെവല് കറി. നല്ല രസമാണ്. നല്ല ടേസ്റ്റ്. ഒരു രക്ഷയില്ല. എല്ലാവരും ട്രൈ ചെയ്യട്ടെ. മാങ്ങയൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും എങ്കിലും എന്നാലും ഒന്ന് ട്രൈ ചെയ്ത്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.